ഹലോ മുത്തുമണികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കാണാൻ പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കുറച്ച് മുന്നേ ഞങ്ങൾ പോയ ട്രിപ്പാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇത് എൻ്റെ ഗാലറിയിൽ ചുരുണ്ട് കിടന്ന ഒരു ട്രിപ്പും കൂടിയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതുതായിട്ടൊരു ഒരുപാട് തവണ നമ്മൾ ഊട്ടി പോയിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ട്രിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ അട്ടപ്പാടി വഴിയാണ് ഇന്ന് ഊട്ടിക്ക് പോകാൻ പോണത്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും ഫസ്റ്റ് ടോപ്പ് ട്രിപ്പാണ് കേട്ടോ. എങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ വീട്ടിൽ വന്ന് പോവല്ലേന്ന് ചോദിച്ചേക്ക് ഒരു പ്ലാനില്ലാതെ കിട്ടിയതൊക്കെ കയ്യിൽ വാരി വലിച്ച് നമ്മൾ കാറിലേക്ക് ഓടി കയറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് അട്ടപ്പാടി എത്തിയിട്ടുണ്ട്. അവിടുത്തെ ചുരം കേട്ടോ. ഇവിടെ നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കുരങ്ങന്മാരും കുറച്ച് കൂടുതലേ ഉണ്ടായിനെ. അത്രയും നേരം ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അതാ നല്ല കുരങ്ങന്മാരൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു ചിത്രമുണ്ട്, ഈ ചുമരത്ത്. ഇതിൻ്റെ എന്തോ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നേരിട്ട് കാണാൻ പറ്റി കേട്ടോ. നല്ലൊരു രസമുണ്ട്. ആ ഒരു പെയിൻറ്റിങ് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് അതിനെ. അങ്ങനെ അതൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നിട്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കി ആസ്വദിക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും കണ്ടിട്ട് നോക്കി വെച്ചിട്ട് പോയൊക്കെ ഇപ്പോൾ ഫുള്ളും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ കണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറി യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയിട്ടും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ 4 പേരും ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. ഓരോരോ കഥകൾ പറഞ്ഞിട്ടും ഒക്കെ പാടായിട്ട്. പിന്നെ ഈ റൂട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് കൂടെ എന്താ പറയുക നമ്മൾ ഊട്ടിക്ക് പോണത് കേട്ടോ. കണ്ടോ അങ്ങനെ വെള്ളത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി അല്ലോ ഇതിൻ്റെ പൊലിവ് പറയാനുണ്ടായിരുന്നില്ലേനു. ഒരു വെറൈറ്റി ഒരു ഉൾഗ്രാമത്തിൽ കൂടെ ഒക്കെ ഉണ്ട് പോകണം. എനിക്കതിൻ്റെ പൊലിവാണ്. കാരണം ഈ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ ഇതുവരെയായിട്ട് ഊട്ടിക്ക് പോയിട്ടില്ല. സോ ഞാൻ എന്നെക്കൊണ്ട് കഴിയണ മാക്സിമം ഞാൻ അത്രക്കും ഞാൻ എൻജോയ് ചെയ്യാൻ കേട്ടോ. അതാണ് എൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷം നോക്കിയാൽ. ഞാനിവിടെ കുറേ നേരം ഇങ്ങനെ ഡോറിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെ അധികം വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അവരൊക്കെ നല്ല സംസാരത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പഴം വാങ്ങാൻ നിന്നപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മുത്തശ്ശി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടോ. ഞങ്ങളെ വണ്ടി നിർത്തിയപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓടി വന്നാണ്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ നിർത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കേട്ടോ. ഇത് അവിടെ ഒരുപാട് നായ്ക്കുട്ടികളുണ്ടായിനെ, കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് പേടിയാവുക, നായ്ക്കൾ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. പക്ഷേ എനിക്ക് പേടിച്ചിട്ട് കുറേ നേരം ഞാൻ ഓടും, പിന്നെ കുറേ വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊരു കൂസലില്ലാതെ അങ്ങനെ അതിൻ്റെ ഒപ്പം നടന്നിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചായ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കോപ്രായം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കേട്ടോ. അതിന് നായ്ക്കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക പൊലിവ് പറഞ്ഞാൽ എജ്ജാതി പൊലിവ് അറിയോ. ഇമാരത്തെ പൊലിവ് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ വട പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വടയും ചായ കേട്ടോ ഞാൻ കഴിച്ചത്. നല്ല അടിപൊളി ചായ, ഒന്നും പറയല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കയറി പറ്റി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊരു ചുരമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കയറിപ്പോത്തിന് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രാത്രി നല്ല തണുപ്പ്, ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് വരാൻ തുടങ്ങിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. പിന്നെ ഇത് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ തമാശയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളിയച്ചാറ് കണ്ടപ്പോൾ അത് വാങ്ങിയിരുന്നു കേട്ടോ. ആ കുരിപ്പിനോട് ഞാൻ അത് കാണിച്ചു തരാനാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് 2 ഷോ അവിടെ ഇട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആദൂന് ഒരു ബന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവനത് തിന്ന് മൊത്തത്തിൽ അവിടെ സീനാക്കി. പിന്നെ നമ്മൾ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേന്നു കേട്ടോ. അവിടെ എത്തിയിട്ടാണ് നമ്മൾ പാസ് എടുത്ത് 3 ആൾക്കാരെ ഫോണിലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പെട്ടതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയി കേട്ടോ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയിട്ടൊന്നും നെറ്റ്വർക്ക് കണക്റ്റ് ആവണില്ല, ആരതും കിട്ടണില്ല. അങ്ങനെ ലാസ്റ്റ് ശരിയായി അതൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല അത്യാവശ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി ഊട്ടിയിലൊരു ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ട്. കാരണം വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ ഭയങ്കര വർക്കലായിരുന്നു. ഈ സാധനമൊക്കെ തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആദൂന് കൊടുത്ത് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വാങ്ങി, അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വാങ്ങും, അങ്ങനെയൊക്കെ ആയിട്ട് അത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുരത്തുമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയല്ല ഗൈസ്,
തണുപ്പ് എന്ന് പറഞ്ഞാൽ അജ്ജാതി തണുപ്പ്, ആരൊന്നും കാണുന്നില്ല, അമ്മാതിരി കോട. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുണ്ടോ, വീഡിയോയിൽ കാണാൻ പറ്റുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. കോട എന്ന് പറഞ്ഞാൽ എജ്ജാതി കോട അറിയോ. ഇപ്രാവശ്യത്തെ ഊട്ടി വരവിനാണ് ശരിക്കും ഞങ്ങൾക്ക് ഊട്ടിൻ്റെ ക്ലൈമറ്റ് എന്താ പറയുക കിട്ടിയത് കേട്ടോ. കാരണം അത്രക്കും കോട, കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ കോടയും തണുപ്പും ഒക്കെപ്പാടങ്ങോട്ട് ഇതായിട്ട് കേട്ടോ. അതായത് നമ്മളങ്ങനെ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. നൈറ്റ് വ്യൂ നല്ല രസമാട്ടോ. ഇങ്ങനെ ഒരുപാട് വീടിൻ്റെ എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പോയത് നമ്മളെ ഫിദൻ്റെ കസിൻ്റെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോയത്. അവനവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിന് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതിനും വേണ്ടിയിട്ട് നമ്മൾ നേരെ അവിടെ കേട്ടോ കയറിയിട്ടുള്ളത്. അങ്ങനെ ആൾ പുറത്തായതുകൊണ്ട് നമ്മളെ ഒന്നും നോക്കിയില്ല, ചോദിച്ച അകത്തേക്ക് കയറിയിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് പോയിക്കുകയാണ്. അവിടെയും കുറേ തണുത്തിട്ട് കയ്യും കാലൊക്കെ വിറച്ചിട്ട് നിൽക്കാനേ വയ്യ, അമ്മാതിരി തണുപ്പാണ് അതിനു. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഇവിടെ ഭയങ്കര സ്നേഹപ്രകടനമാട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടത്. തണുപ്പ് കയ്യോളം തണുപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് മേത്ത് വെച്ചതാട്ടോ. അങ്ങനെ അത് അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കണുണ്ട്. കുറേ എൻ്റെ അടുത്തായിരുന്നു. പിന്നെ അതാ പുറത്തേക്കൊന്ന് പോകും, പിന്നെ അത് ഔത്തേക്ക് വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഓൻ്റെ പിന്നാലെ അങ്ങനെ കുറേ നേരം നിന്നിട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങളായിട്ട് എത്രയോ കാലം മുന്നേ പരിചയമുള്ള പോലെ ആയിട്ട് ആദ്യം നമ്മളായിട്ട് നിൽക്കുന്നത്. ഇതാ കുട്ടീൻ്റെ പൊടി ഞാൻ ആദ്യമായിട്ട് കാണട്ടോ കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇതെന്തോ ഒരു പൊടിയാണ് ഓൾ കുട്ടിക്ക് കൊടുക്കുന്നത്, എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു ഉണ്ടാക്കുന്നത്. കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓളെ കസിൻ എപ്പോഴൊന്നും വന്നിട്ടില്ല. ഓൻ വരും, ഞങ്ങൾ വന്നോളാം നിങ്ങളവിടെ കയറിക്കോളി പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ആദ്യം ഇങ്ങനെ കച്ചറാക്കിയപ്പോൾ ആദൂനെ എടുത്തിട്ട് ഇതാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ആളങ്ങനെ പറ്റിക്കുകയാണ്. ആൾ നോക്കുന്നുണ്ട്, മാന്തലുണ്ട്, പിച്ചുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യണുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ ആളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. ഇതാണ് കേട്ടോ നമ്മളെ ബെഡ്റൂം. അങ്ങനെ ആദ്യം കുറച്ച് നേരം ഇക്കാൻ്റെ അടുത്ത് അങ്ങനെ വന്ന് കിടന്ന് ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഭയങ്കര മിങ്കിളാണ് ഞങ്ങൾ മൂന്നാളും മൊത്തത്തിൽ പറഞ്ഞാൽ. ഇവിടെ വലിയൊരു മിറർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ ആയി നീച്ചപ്പോഴുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. മഴ ഉണ്ടെങ്കിൽ കൂടി നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അത്യാവശ്യം ചെറുങ്ങനെ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഫുഡ് സൂപ്പറല്ലേ. എനിക്ക് മസാല ദോശ മതി പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി. ഞാനും സ്ഥിതി മസാല ദോശയാണ് കഴിച്ച്. ഇക്ക ഭൂരി, അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ഓലും ഓർഡർ ചെയ്തു കേട്ടോ. നല്ല രസമുള്ള ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഓലെ സാമ്പാറും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാട്ടോ. ഇപ്രാവശ്യം ഊട്ടി വന്നിട്ട് നമ്മളങ്ങനെ ഏറ്റിയിട്ടൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ മുന്നെടുത്ത വീഡിയോ ആണ്. ഇത് ഇൻ്റെ മടി കാരണം ഞാൻ ഗാലറിയിൽ സൂക്ഷിച്ച് വെച്ചതാട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തിറങ്ങിട്ടോ. ഇതൊന്നും പറയാനില്ല, ഇത് ഫിദൻ്റെ എൻട്രിയാണ്. അതും നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ നേരെ നമ്മളിതാ വണ്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ ഇതാ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇക്ക അതും അങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് തെറ്റിട്ടോ. യാത്ര വന്നിട്ട് തെറ്റിയ ആൾക്കാർ ആദ്യമായിട്ടില്ല കാണാൻ. ഒരു സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാ അപ്പോൾ ആദ്യം ഒന്ന് പറയും മുന്നിക്ക് വരണമെന്ന്, പിന്നെ ഒന്ന് പറയും ബാക്കിക്ക് വരണമെന്ന്. അങ്ങനെ ആദ്യം എൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല. ഈ റിസോർട്ട് കുറച്ച് ടോപ്പിലായതുകൊണ്ട് നല്ല അടിപൊളി വ്യൂവും ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തിയ സമയത്ത് മഴയുണ്ട്, അങ്ങനെയൊക്കെ പാടായിട്ട് നല്ല രസമുള്ള എനിക്ക് ഈ ക്ലൈമറ്റ് കിട്ടിയാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് സച്ചിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട്, സച്ചു മീൻസ് ഫിദൻ്റെ കസിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒരു ടീ ഫാക്ടറിക്കൊക്കെ വന്ന് ഓനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓളെ കസിനും ഉണ്ടായിരുന്നേ. അങ്ങനെ ടീ ഫാക്ടറി പറഞ്ഞാൽ പിടുത്തം വിട്ട തിരക്കും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരക്കി കുത്തി അങ്ങനെ ഫാക്ടറിയിലെത്തി പാർക്കിംഗ് ഒക്കെ ചെയ്ത്. എത്ര ആൾക്കാരായിരുന്നു അറിയോ. അമ്മാതിരി മഴ ഇങ്ങനെ ചാർന്നുണ്ട്. കോട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇത്രയും തണുപ്പുണ്ടായിട്ടും കോട്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ പിടിച്ച് നിന്നു. കാരണം അത്രക്കും നല്ല രസമുള്ള കോടൊക്കെ അങ്ങനെ പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളൊന്ന് ആദ്യമായിട്ട് യൂട്ടി പോയതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിട്ടോ. അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ ഇതുവരെ ആയിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. അങ്ങനെ പിന്നെ ഈ നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഓരോരോ പ്രോസസ്സിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം തേയില, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും മെത്തേഡൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോവാട്ടോ. ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല രസമായിരുന്നു. എന്തായാലും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ക്ലൈമറ്റ് കിട്ടി, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രസമായിരുന്നു.
പിന്നെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. അങ്ങനെ നമ്മളത് വേഗം വേഗം കണ്ട് അങ്ങനെ എനിക്ക് ഈ ടൈ ഫാക്ടറിക്ക് പോകാമെന്ന് പറഞ്ഞ ചായ കുടിക്കാനുള്ള ഇതാട്ടോ. ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞതൊന്നും കാണാൻ നിൽക്കാറില്ല, പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. ചായ എന്നുള്ള നെയ്യത്തും വെച്ച് പോണ ആളാണ് ഞാനിട്ടോ. അങ്ങനെ ആ ഇല വന്നിട്ട് ലാസ്റ്റ് ചായപ്പൊടിയാണ് മെത്തേഡാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പാക്കറ്റായിട്ട് വരുന്നതാണ്. ഇതിലൊരുപാട് ചായപ്പൊടികൾ വ്യത്യസ്തമായിട്ട് വേർതിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആട്ടോ നിങ്ങൾ കണ്ടത്. അങ്ങനെ ഫൈനലി നമ്മളെ ചായ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫിദ ആദ്യം എടുത്ത് മണ്ടി, അതിൻ്റെ ബാക്കിൽ ഞാനും അതെടുത്ത് മണ്ടി കേട്ടോ. ഈ ഒരു ചായക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വീണ്ടും ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു വ്യൂ പോയിൻറ്റ്, നമ്മളെ റിസോർട്ടിൻ്റെ അവിടെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് നമ്മൾ വന്ന കേട്ടോ. അവിടെ മോനെ ഈ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഊട്ടിനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.